കഴിഞ്ഞ സെഗ്മെന്റിൽ പറഞ്ഞിരുന്നു ടാറ്റു ഇത്ര പെർമനന്റ് ആണ്, അത് നമുക്ക് മടുത്തു കഴിഞ്ഞാൽ അതിന്റെ പുറത്തോട്ട് റീറൈറ്റ് ചെയ്യുകയും അതിനനുസരിച്ച് വേദന സഹിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഇതിന് നമുക്ക് ടാറ്റു എന്നുള്ളൊരു അമിത ആവേശം അല്ലേ, അതൊന്ന് അടക്കാനായിട്ട് ശമിപ്പിക്കാനായിട്ട് ഹിഡൻ ടാറ്റൂസ് ചെയ്യാം നമുക്ക്. ഹിഡൻ ടാറ്റൂസ് എന്ന് പറഞ്ഞാൽ കാലിന്റെ തള്ളവിരൽ, നമ്മുടെ കാല് അവിടെ, അല്ലെങ്കിൽ വിരലുകളുടെ ഇടയിൽ, ഇത് ഇങ്ങനെയൊക്കെ ടാറ്റു ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ കാണത്തില്ല, നമുക്ക് വേണ്ടി മാത്രം എന്നുള്ള രീതിയിൽ നമുക്ക് ടാറ്റു ചെയ്യാം. പക്ഷെ ഇതില് പലരെയും പുറകോട്ട് വലിക്കുന്ന മറ്റൊരു പ്രധാന വസ്തുത എന്ന് പറയുന്നത് ഇതിന്റെ വേദനയാണ്. ഈ വേദന ഓർക്കുമ്പോൾ ഇത്ര ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്ന് പുറകോട്ട് വലിയാനായിട്ട് ഉള്ളൊരു തോന്നലുണ്ട്. ടാറ്റുവിലും പല കോൺസെപ്റ്റുകളുണ്ട്, അതിനെ കുറിച്ച് നമുക്ക് പറയാം അടുത്ത സെഗ്മെന്റിന് ശേഷം. അടുത്ത സെഗ്മെന്റ് പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, നമ്മൾ കുറച്ച് എപ്പിസോഡുകളായിട്ട് ദശാകാലത്തെക്കുറിച്ച് പറയുകയായിരുന്നു. അപ്പോൾ അവസാനത്തെ ദശ, ബുദ്ധദശ കാലം, ആ കാലത്തെക്കുറിച്ചും കൂടെ ഒന്ന് വിശദീകരിക്കാമോ സർ? ബുധദശ എന്ന് പറയുന്നത് ആയില്യം, തൃക്കേട്ട, രേവതി, ഇതാണ് അതിൻ്റെ നക്ഷത്രം. 17 വർഷമാണ് കാലഗണന. ഇതന്നെ നമ്മൾ മുമ്പ് പല എപ്പിസോഡുകളിലും പറഞ്ഞു, നിങ്ങൾ ജനിക്കുന്ന നക്ഷത്രം സമയം നമുക്കറിയില്ലെങ്കിൽ ആ നക്ഷത്രത്തിൻ്റെ ദശ പകുതിയായിട്ട് കണക്ക് കൂട്ടിയിട്ട് തുടർന്നുള്ള ഓരോ ദശാകാലങ്ങളും കൂട്ടിക്കൂട്ടി നമ്മുടെ വയസ്സനുസരിച്ച് പോയി കഴിഞ്ഞാൽ ഏത് ദശയിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്നെല്ലാം നമുക്ക് ഒരു സ്വയം ചികിത്സകനെ പോലെ, ഒരു ജ്യോത്സ്യനെ കാണാതെ തന്നെ ഇതെല്ലാം അറിയാൻ പറ്റും. അതേപോലെ ഇതിൻ്റെ വഴിപാടുകളെല്ലാം നമ്മൾ എല്ലാ എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് കണക്കൂട്ടി പോയാൽ നിങ്ങൾക്ക് വഴിപാടുകൾ കൃത്യമായിട്ട് ക്ഷേത്ര വഴിപാടുകൾ ചെയ്തു തീർക്കാം. അപ്പോൾ അതേപോലെ നിങ്ങൾ ബുധദശയ്ക്ക് ആയില്യം, തൃക്കേട്ട, രേവതി, അതിൻ്റെ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ, കൃഷ്ണനാണ് അതിദേവൻ, കൃഷ്ണന് പാൽപ്പായസം ഭാഗ്യസൂക്തമാണ് അതിൻ്റെ വഴിപാട്. അപ്പോൾ ബുധദശ വരണവർ ശ്രദ്ധിക്കുക. കൃഷ്ണൻ അതിൻ്റെ അതിദേവനായിട്ട് വരുമ്പോൾ ഗുരുവായൂരപ്പനാണ്, അതായത് ശ്രീകൃഷ്ണൻ ഗുരുവായൂരപ്പനാണ് ഇതിൻ്റെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ. അതിപ്പോൾ കേരളത്തിലല്ല, ഇന്ത്യയിൽ എവിടെ ആയിരുന്നാലും കൃഷ്ണൻ എല്ലായിടത്തും ഉണ്ട്. എന്നാലും ഗുരുവായൂർ ഭഗവാൻ വളരെ ചൈതന്യത്തോടുകൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബുധദശക്കാർ ഭഗവാനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആനുകൂല്യം ഒത്തിരി ഉണ്ടാവും നമുക്ക് ഭഗവാന്റെ. പിന്നെ അതേപോലെ ബുധദശയുടെ വേറൊരു പ്രത്യേകത, പഠിപ്പിൻ്റെ ആൾ കൂടിയാണ്. പഠിപ്പ് എന്ന് പറഞ്ഞാൽ ബുധദശാകാലത്താണ് കുട്ടിക്ക് ബുധദശയെങ്കിൽ പഠനത്തിൽ കൂടുതൽ താല്പര്യം കാണിക്കും. അതേപോലെ ബുധദശ വയസ്സായ ആൾക്കാണ് വരുന്നതെങ്കിൽ ഒന്നുകിൽ ഗ്രന്ഥങ്ങൾ പഠിക്കാനുള്ള താല്പര്യം കാണിക്കും, അല്ലെങ്കിൽ പഠിപ്പിക്കാനുള്ള ടെൻഡൻസി വരും. അപ്പോൾ രണ്ടും ബുധദശയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ ദശ അനുസരിച്ച് നമ്മുടെ സ്വഭാവം മാറുന്നുണ്ട്. നമുക്ക് പഠിക്കണം, വായിക്കണം. അപ്പോൾ ചിലപ്പോൾ കരുതും 65 വയസ്സായപ്പോഴും കാരണവർക്ക് പൂതി തുടങ്ങി, ലൈബ്രറിയിൽ പോകണു, ബുക്കുകൾ വായിക്കണം. ഇതൊക്കെ ബുധദശയുടെ തുടക്കമാണ്. അപ്പോൾ ബുധൻ വരുമ്പോൾ അറിയണം, അല്ലെങ്കിൽ അറിയിക്കണം, ഇങ്ങനെയുള്ളൊരു ആഗ്രഹം ആ ഒരു സംഭവത്തിലേക്ക് വരും. അപ്പോൾ ബുധദശ അങ്ങനെയാണെന്നുള്ളൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക. ബുധദശയുടെ പരിഹാരം കൃഷ്ണന് പാൽപ്പായസവും ഭാഗ്യസൂക്തവുമാണ്. കൃത്യമായിട്ട് നമ്മുടെ പക്കാപ്പിറന്നാളുകൾക്ക് ചെയ്തു പോവുക. പിന്നെ ബുധൻ്റെ ഒരു പ്രത്യേകത, ബുധദശാകാലം എന്ന് പറയുമ്പോൾ അത്ര കണ്ടൊരു ശ്രേഷ്ഠമായ ഒരു കാലഘട്ടമല്ല, അതേപോലെ അത്ര കണ്ട് മോശമായ ഒരു കാലഘട്ടമല്ല. അതായത് തട്ടിമുട്ടിയൊക്കെ പോകാമെന്നുള്ളൊരു കാലഘട്ടം. കാരണം എന്ന് വെച്ചാൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ഒരു ക്ഷേത്രത്തിൽ, അതായത് ഒരു രാശിയിൽ ഒരു 30 ദിവസം അല്ലെങ്കിൽ 35 ദിവസം അല്ലെങ്കിൽ 40 ദിവസം അങ്ങനെ കുറഞ്ഞ കാലയളവിൽ മാത്രമേ ഇത് നിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അത്ര കണ്ട് ശ്രേഷ്ഠത ഇല്ലാതെ പോകാൻ കാരണം ചാടി ചാടി ഇങ്ങനെ പോകുന്നു. അപ്പോൾ സ്വക്ഷേത്രത്തിൽ ഉച്ചത്തിലൊക്കെ വരുമ്പോൾ അതിൻ്റെ ഗുണം കൂടും. അത് കഴിഞ്ഞ് അടുത്ത ക്ഷേത്രം, ശത്രുക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ കുറയും. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വരും. അപ്പോൾ ബുധദശ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഉറച്ചു നിൽക്കാത്തൊരു ഗ്രഹമായതുകൊണ്ടാണ്. ശനി എന്ന് പറയുന്നത് ഒരു രാശിയിൽ 2.5 വർഷമാണ് ശനിയുടെ നിൽപ്പ്. അപ്പോൾ 2.5 വർഷം നമുക്ക് ഗുണകാലഘട്ടമാണെങ്കിൽ ആ 2.5 വർഷം കൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യം നേടാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ശനിക്ക് നമ്പർ 1 മാർക്ക് കൊടുക്കുന്നത്. പിന്നെ അതുകൂടാതെ ശനി എന്ന് പറയുമ്പോൾ ഗ്രഹങ്ങളുടെ അധിപനാണ്, രാജാവാണ്, കുടുംബനാഥനാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ പ്രാധാന്യങ്ങളും ഈ ശനിദശയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ബുധദശ എന്ന് പറയുമ്പോൾ ഈ ദശാകാലം കണക്കൂട്ടുമ്പോൾ അവസാനത്തെ ദശാകാലമാണ്, പഠനമാണ് അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠത ഈ ബുധദശാകാലം. അത് പറഞ്ഞിട്ട് നമ്മുടെ ജാതകത്തിൽ ബുധൻ 12ലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് കുട്ടി പഠിക്കില്ല എന്നൊന്നും ധരിക്കേണ്ട. കാരണം നമ്മൾ ജാതക ചിന്ത വരുമ്പോൾ ജാതകത്തിൻ്റെ ലഗ്നത്തിൻ്റെ 5 കൊണ്ടാണ് പഠനം ചിന്തിക്കുന്നത്. അവിടെ ബുധന് പ്രത്യേകിച്ച് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. എന്നിരുന്നാലും ബുധൻ്റെ അവസ്ഥ നോക്കും. ഇത് തന്നെ ബുധൻ നീചമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 12ലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് കുട്ടി മടയനായിരിക്കും, പഠിക്കില്ല എന്ന് ധരിക്കേണ്ട. കാരണം 5ാം ഭാവത്തിൽ 5ൽ നിൽക്കുന്ന ഗ്രഹം ഉച്ചം ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ ആ കുട്ടി ശ്രേഷ്ഠമായിട്ട് തന്നെ പഠിക്കും. അതുകൊണ്ട് ബുധനെ കൊണ്ട് ചിലർ പറയാറുണ്ട്, ജാതകമൊക്കെ ചിന്തിക്കുമ്പോൾ ബുധനും മൗഢ്യമുണ്ട്, അതുകൊണ്ടാണ് കുട്ടി പഠിക്കാത്തത്. ബുധനും മൗഢ്യം ഉണ്ടെങ്കിലൊന്നും കുട്ടി പഠിക്കാതെയൊന്നും വരില്ല. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പലർക്കും വരുന്ന അബദ്ധങ്ങൾ. ഈ മൗഢ്യം എന്ന് പറയുന്നത് സൂര്യൻ്റെ കൂടെ ബുധൻ വരുമ്പോഴാണ് മൗഢ്യം എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ അത് തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മിഥുനമാസത്തിൽ ബുധനും രവിയും ചൊവ്വയും കൂടി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടിക്ക് 5-ൽ ബുധനും രവിയും ചൊവ്വയും കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ മൗഢ്യമാണ്, അതുകൊണ്ട് കുട്ടി പഠിക്കില്ല എന്ന് പറയുമ്പോൾ അതുകൊണ്ടല്ല കുട്ടി പഠിക്കാത്തത്. കുട്ടി പഠിക്കാതെ വരുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുന്ന പരാജയങ്ങൾ കുട്ടിയെ ബാധിക്കും. അതായത് ബാധാദോഷങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്, നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് നമുക്ക് മാത്രമല്ല 7 തലമുറ വരെയാണ് എപ്പോഴും ഒരു ബാധാദോഷം പിന്തുടരുന്നത്. 7 തലമുറ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുമ്പിൽ നമ്മുടെ കുട്ടിയുണ്ടെങ്കിൽ കുട്ടിയാണ് നമ്മുടെ അവസാനത്തെ തലമുറ. അവിടെ മുതൽ പിന്നിലേക്ക് എണ്ണുമ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അതാണ് 7ാമത്തെ തലമുറ. അപ്പോൾ കുട്ടി നമ്മൾ പ്രായമാകുമ്പോൾ കുട്ടിക്കും പ്രായമാവും, കുട്ടി വിവാഹം കഴിക്കും, കുട്ടി വിവാഹം കഴിച്ച് വീണ്ടും അവിടെ നമുക്ക് പൗത്രൻ ജനിച്ചു കഴിയുമ്പോൾ നമ്മുടെ തലമുറയുടെ ഒരു എണ്ണം കൂടും, ബാക്കിൽ നിൽക്കുന്ന ഒരു തലമുറ ഇല്ലാതാകും. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് 7 തലമുറ വരെ ഈ ദോഷം പിന്തുടരും എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ദോഷം തീരില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ, നെഗറ്റീവ് എനർജികൾ വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇത് എടുത്ത് കളയണം. അപ്പോൾ നമുക്ക് രോഗം വരുന്ന പോലെയാണ് ഈ നെഗറ്റീവ് എനർജി വരുന്നത്. ചിലർ പറയും ഞങ്ങളൊരു തെറ്റും ചെയ്തില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും വരില്ല എന്ന് കരുതി എന്ന് പറഞ്ഞാൽ നമുക്ക് ധർമ്മദേവതയില്ല, പിതൃവിൻ്റെ അനുഗ്രഹം ഇല്ലാണ്ടൊക്കെ വരുമ്പോൾ ഈ വക ദോഷങ്ങളൊക്കെ പെട്ടെന്ന് കയറി പിടിക്കും. പിന്നെ അതേപോലെ നമ്മൾ വളരെ നല്ലൊരു മനുഷ്യനാണ്, റോഡിൽ കൂടെ പോയപ്പോൾ ഒരു ഗുണ്ട വന്ന് പിന്നിലൂടെ വെട്ടി, അതുകൊണ്ട് നമ്മൾ നല്ല മനുഷ്യനായതുകൊണ്ട് വെട്ട് കൊള്ളാണ്ടിരിക്കുമോ? അത് കൊള്ളാണ്ടി വരും. അപ്പോൾ അതേപോലെയാണ് ഈ ബാധയുടെ ആക്രമണം. കാരണം ബാധ ഏത് രീതിയിൽ വന്നാലും നമുക്ക് വന്നതായിട്ട് ഫീല് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മാറ്റി തന്നെ കളയണം. അല്ലാതെ കണ്ട് നമ്മളുടെ സൽപ്രവർത്തികളൊന്നും, ചിലർ പറയാറുണ്ട് ഞങ്ങൾ സത്സംഗമൊക്കെ നടത്തി അല്ലെങ്കിൽ ഒരുപാട് അന്നദാനമൊക്കെ നടത്തി എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ തന്നെ കിടപ്പായിരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ട്, ക്ഷേത്ര പൂജാരി എന്ന് എഴുതിയിട്ട് ബാധ വരാതിരിക്കില്ല. കാരണം ദേവന് പോലും ദേവപ്രശ്നം വയ്ക്കുന്നത് ബാധയുടെ ശല്യം കൂടുമ്പോഴാണ്. അപ്പോൾ പിന്നെ ഈ ക്ഷേത്ര പൂജാരിക്ക് അവിടെ എന്ത് റോളുണ്ട്? അപ്പോൾ ദേവന് എന്ത് റോളുണ്ട്? പിന്നെ നമ്മളെപ്പോഴും മനസ്സിലാക്കുക, നമ്മളിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ നടയിൽ പോയാൽ അല്ലെങ്കിൽ തിരുപ്പതി വെങ്കടേശ്വരൻ്റെ നടയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പട്ടാളക്കാർ, അല്ലെങ്കിൽ ശബരിമല അയ്യപ്പൻ്റെ നടയിലൊക്കെ പോയി കഴിഞ്ഞാൽ പട്ടാളക്കാർ റോന്തിറ്റിക്കൊണ്ടിരിക്കുകയാണ് ഏത് സമയവും. അപ്പോൾ ഇത്രയും ശക്തിയുള്ള ദേവനെ കാക്കാൻ മനുഷ്യൻ്റെ ആവശ്യമുണ്ടോ? നമുക്ക് സാമാന്യ രീതിക്ക് യുക്തിക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ ദേവന് നമ്മളെ അനുഗ്രഹിക്കാനുള്ള കഴിവാണ്, ദേവന് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവ് അവിടെ ഇല്ല. അപ്പോൾ എപ്പോഴും മനുഷ്യൻ്റെ സംരക്ഷണയിൽ തന്നെയാണ്. അത് മനുഷ്യനിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോൾ നമ്മുടെ നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രി കൊച്ചിയിൽ വന്നിരുന്നു. ആ സമയത്ത് 3000 പോലീസുകാരാണ് അവിടെ വിന്യസിച്ചത്. അപ്പോൾ ഒരാളെ കാക്കാൻ വേണ്ടി 3000 പേരുടെ ആവശ്യമുണ്ടോ? അപ്പോൾ പിന്നെ പ്രധാനമന്ത്രിയില്ല. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുക? ഈ പ്രധാനമന്ത്രി വരുമ്പോൾ നമ്മളുടെ രാജ്യം തകർക്കാൻ വേണ്ടിയിട്ട് തീവ്രവാദികൾ വേണമെങ്കിൽ അദ്ദേഹത്തെ കൊല്ലാൻ നോക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ രാജ്യത്തിന് വലിയ നഷ്ടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പ്രൊട്ടക്ഷൻ. ഇതേപോലെ തന്നെയാണ് നമ്മളെ കാക്കുന്ന ദേവന് ഈ ദുഷ്ടശക്തികൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകൾ ഈ ക്ഷുദ്രപ്രയോഗമൊക്കെ ചെയ്യുന്നവർ ആ ശക്തി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഓരോ ക്രിയകൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവിടേക്ക് ഈ മാലിന്യങ്ങളൊക്കെ വലിച്ചെറിയുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ ആ ദേവചൈതന്യത്തിന് അപജയം സംഭവിക്കും. ദേവചൈതന്യത്തിന് അപജയം സംഭവിച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദേവന് നമ്മളെ അനുഗ്രഹിക്കാനുള്ള ശക്തി കുറയും. അപ്പോൾ ഇതെല്ലാം അങ്ങനെയെല്ലാം സംഭവിക്കാതിരിക്കുന്നതിന് മനുഷ്യരായ നമ്മൾ തന്നെയാണ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ദേവൻ നമ്മളെ അനുഗ്രഹിക്കും, എല്ലാം നോക്കാനുള്ള ശക്തി ദേവനുണ്ട്. പിന്നെ എന്തിനാ നമ്മളുടെ കാവൽ എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. മനുഷ്യനെ എങ്ങനെയാണോ ഇപ്പോൾ മുഖ്യമന്ത്രി വരുന്നു അല്ലെങ്കിൽ മന്ത്രിമാർ വരുന്നു, എസ്കോർട്ടായിട്ട് പോലീസ് വരേണ്ട വല്ല കാര്യമുണ്ടോ? ഇവരൊക്കെ മനുഷ്യർ തന്നെയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം? തടസ്സം വഴിയിലോ അല്ലെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് ഒരു ക്ഷുദ്രജീവിയായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ കയറി തടസ്സം ഉണ്ടാക്കിയാൽ പോലും അവർക്ക് തടയാൻ പറ്റില്ല, കാരണം സെയിം മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കാവലാൾ വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ ദേവന് അപജയം വരുന്ന പോലെ തന്നെ നമുക്കും നെഗറ്റീവ് എനർജി കയറി ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ദശാകാലങ്ങളെല്ലാം പറഞ്ഞു തന്നു, ഇതനുസരിച്ച് വഴിപാട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. വഴിപാട് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ എന്താണ്? വഴിപാട് എന്ന് പറഞ്ഞാൽ നമുക്ക് ടോണിക്കാണ് വഴിപാടെന്ന് പറഞ്ഞത്. ഇതൊക്കെ എപ്പോഴും മനസ്സിലാക്കുക. അതായത് ക്ഷേത്രവിശ്വാസിയും ജ്യോതിഷ വിശ്വാസിയും രണ്ടും രണ്ടാണ്. എപ്പോഴും മനസ്സിലാക്കുക. ക്ഷേത്രവിശ്വാസി എന്ന് പറയുന്ന ആൾ ഒരിക്കലും ജ്യോതിഷ വിശ്വാസി ആയിരിക്കില്ല. ജ്യോതിഷ വിശ്വാസി എന്ന് പറയുന്നത് വേറൊരു രീതിയാണ്. അതായത് നമുക്ക് ജ്യോതിഷ വിശ്വാസി എന്ന് പറഞ്ഞാൽ നമുക്ക് നേടണം എന്ന് ഉറച്ച രീതിയിൽ നടക്കുന്ന ഒരാളാണ് യഥാർത്ഥ ജ്യോതിഷ വിശ്വാസി. കാരണം അയാളായിരിക്കും അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നുള്ള ബൈബിൾ വചനത്തിലേക്ക് കടന്നു പോകുമ്പോൾ, അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതമാണ്. അങ്ങനെ അന്വേഷിച്ച് നമുക്ക് എന്തുകൊണ്ടാണ് നേടാൻ സാധിക്കാത്തത്, അതിൻ്റെ തടസ്സം എന്താണ്, അത് കണ്ടെത്തുന്ന ആളാണ് ജ്യോതിഷ വിശ്വാസി. അതിനു വേണ്ടിയിട്ടാണ് ജ്യോതിഷം ഉപയോഗിക്കുന്നത്. അല്ല ക്ഷേത്രവിശ്വാസിയാണ് ഭഗവാനെ 24 മണിക്കൂറും ഭജിക്കേണ്ടായി എന്നിട്ട് ഭഗവാൻ തന്നില്ല എന്ന് പറയുന്നത്. ഈശ്വര വിശ്വാസി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ജ്യോതിഷം ഉപയോഗിക്കാതെ പോയതിൻ്റെ ബാക്കി പത്രമാണ്. കാരണം ഭഗവാന്റെ റോളൊന്നുമില്ല. ഭഗവാന്റെ റോള് നമുക്ക് തടസ്സം ഉണ്ടെങ്കിൽ കണ്ടെത്താനായിട്ട് ഒരാളെ കാണിച്ചു തരാമെന്ന് മാത്രമേ ഉള്ളൂ. തടസ്സം
കണ്ടെത്തി അത് മാറ്റിക്കളയേണ്ട ഉത്തരവാദിത്വം നമ്മളുടെ തന്നെയാണ്. കാരണം നല്ലൊരു കർമ്മിയെ കണ്ടെത്തി ഇതെല്ലാം നമ്മൾ മാറ്റിക്കളഞ്ഞാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ജീവിത അഭിവൃദ്ധി ജീവിതത്തിലേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ വലിയ വലിയ ബിസിനസ്സുകാർക്ക് വരുന്ന പോലെയുള്ള അബദ്ധങ്ങൾ, വലിയ കുഴിയിൽ ചെന്ന് ചാടിയിട്ട് ഈശ്വരനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ കത്തുകളായി ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, പ്രണവം, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നിങ്ങളുടെ കത്തുകളാണ് സംശയങ്ങളായി ഇവിടെ ചോദിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ എപ്പിസോഡും മുടങ്ങാതെ കാണുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഇപ്പോൾ ടാറ്റൂസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പല ആൾക്കാരുടെ പല ആഗ്രഹങ്ങൾ, പല ഇഷ്ടങ്ങൾ എന്നുള്ളതിനെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ടാറ്റു എന്ന് പറയുന്നത് ഒരാളുടെ ഐഡന്റിഫിക്കേഷൻ മാർക്കായിട്ട്, അല്ലെങ്കിൽ ഒരാളുടെ സൗന്ദര്യത്തിന്റെ ഭാഗമായി, അല്ലെങ്കിൽ അവരുടെ സ്വയം സൗന്ദര്യവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആദ്യകാലത്ത്, ആദ്യം അനു പറഞ്ഞതുപോലെ, പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ആദ്യകാലത്ത് ഒരു ഗോത്രത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ വേർതിരിച്ച് മനസ്സിലാക്കുന്ന വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ടാറ്റു എന്നുള്ള ഒരു സങ്കല്പം ഇന്ന് വളരെ പ്രചാരത്തിലേക്ക്, ചെറുപ്പക്കാരുടെ ഇടയിലേക്കും പുതിയൊരു സ്റ്റൈലായി, പുതിയൊരു ട്രെൻഡായി കടന്നു വന്നിരിക്കുകയാണ്. ടാറ്റുവിന് പലതരം ഐഡിയാസ് ഉണ്ട്. അത് വളരെ രസകരമായ കാര്യമാണ്. ഇപ്പം കപ്പിളുകളാണെങ്കിൽ മറ്റേ ആളുടെ ഹസ്ബൻഡിന്റെ ആദ്യത്തെ 2 അക്ഷരം ഒരാളുടെ കൈയുടെ ഇവിടെയും, വൈഫിന്റെ ആദ്യത്തെ 2 അക്ഷരം ഒരാളുടെ കൈയുടെ ഇവിടെയും ഒരു ചേർത്ത് വെക്കുമ്പോൾ ഇവർ രണ്ടുപേരും പരസ്പരം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കുഞ്ഞിന്റെ അക്ഷരം ഒരു പകുതി എന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ ഒരു ഫാമിലിയിലെ എല്ലാവരും. അത് മേ ബി എന്തുവാണ്, ഒരു സൂര്യൻ ഉദിച്ചു വരുന്നു, ഒരു ജനാലിൽ കൂടെ ഉദിച്ചു വരുന്നു, സൂര്യൻ താഴെ പൊങ്ങി ഇങ്ങനെ 4 കൈകൾ വയ്ക്കുമ്പോൾ അത് മനോഹരമായൊരു ചിത്രമാകുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ടാറ്റൂസിന് പലതരം ഐഡിയാസ് ഉള്ളൊരു, അല്ലെങ്കിൽ ഒരു പാണ്ടാബെയർ ഉരുളുന്നു, ഇങ്ങനത്തെ പലതരമായിട്ടുള്ള ഐഡിയാസ് ശരിക്കും ടാറ്റൂസിൽ പ്രാബല്യത്തിലുണ്ട്. പഴയ കാലത്തിലുള്ള കാര്യങ്ങൾ, ഇനി പിയേഴ്സിങ് അല്ലേ, പിന്നെ ആഫ്രിക്കൻ കൾച്ചറിൽ ഇങ്ങനെ വലിയൊരു അപ്പോകാലിപ്റ്റോ എന്നുള്ള മൂവിയിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു വലിയ സ്റ്റഡ്, മൂക്കിന്റെ ഇവിടെയൊക്കെ സ്റ്റഡ് ഇടുന്നതും അതൊക്കെ ഇനി ഫാഷനായി വരുമോ നമുക്ക് അറിയില്ല. അന്ന് നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് പൂർത്തിയാക്കുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.